രണ്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് പുറത്ത്. ആ രണ്ട് റിപ്പോർട്ടിലും കാട്ടാക്കട IB സതീഷിനെ അട്ടിമറിക്കും MR ബൈജു എന്നാണ് പറയുന്നത്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി പറയുന്നത് നാടാർ കമ്മ്യൂണിറ്റിയിലെ കൺസോൾട്ടേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൺസോൾട്ടേഷൻ നടന്നാൽ ശക്തൻ വിജയിച്ച മത്സരം പോലെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് കോൺഗ്രസ്. മാത്രമല്ല MR ബൈജു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്തിൽ അംഗമായിരുന്നു. വളരെ നല്ല ഒരു ജനപ്രതിനിധിയായി മത്സരിക്കാൻ എല്ലാ അർഹതയുമുള്ള ആളാണ് MR ബൈജു. അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ഇപ്പുറത്ത് നിൽക്കുന്ന PK കൃഷ്ണദാസ് BJPയുടെയാണ്. അദ്ദേഹവും മോശമല്ലാത്ത പ്രവർത്തികൾ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി അടക്കം കഴിഞ്ഞ പ്രാവശ്യം പോയി അവിടെ ക്യാമ്പയിൻ നടത്തിയതാണ്. തീർച്ചയായിട്ടും വലിയ വോട്ട് 30,000-ലധികം വോട്ട് പിടിച്ചതാണ് PK കൃഷ്ണദാസ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിച്ചത് കൊണ്ടാണ് IB സതീഷ് ജയിച്ചത്. IB സതീഷ് അവിടെ കാർബൺ ന്യൂട്രൽ, അതുപോലെ ജലസമൃദ്ധി, ഇങ്ങനെ കുറേ പ്രോഗ്രാമൊക്കെ നടത്തിയെങ്കിലും ഒന്നിനും ഒരു തുടർച്ചയില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം സ്റ്റാഗ്നേഷനിലായി അവിടെ പലയിടങ്ങളിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഒൻമാൻ ഷോയാണ് ഇതെല്ലാം. കാരണം ബാക്കി സാങ്കേതിക വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ഒരു കൺസിസ്റ്റൻ്റായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഒൻമാൻ ഷോ പോലെ അദ്ദേഹം ഇതൊക്കെ കൊണ്ടു നടക്കുകയാണ്. പിന്നെ വേറൊരു ആളുണ്ട്, ഈ ലാൻഡ് യൂസ് ബോർഡിൻ്റെ മുൻ കമ്മീഷണറായിരുന്നു, ഇപ്പം കിലയിലുള്ള ഡയറക്ടറായിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അങ്ങനെ അദ്ദേഹവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ എന്തായാലും നമ്മളെ വിഷയം അതല്ല. കാട്ടാക്കടയിൽ MR ബൈജു ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കൃഷ്ണദാസ് ഇപ്രാവശ്യം വളരെ വോട്ട് പിടിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതിന് വിളപ്പിലും മാറനല്ലൂറും പഞ്ചായത്തിൽ BJPയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ വിളവൂർക്കലും അതേപോലെ മലയൻകീഴ്, കാട്ടാക്കട, അങ്ങനെ നിരവധി പഞ്ചായത്തുകളുണ്ട്. അതിൽ കാട്ടാക്കട ഇപ്പോഴും LDF ആണ് ഭരിക്കുന്നത്. പക്ഷേ BJP ഭരിക്കുന്ന മണ്ഡലങ്ങളുമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 5000-ലധികം വോട്ടാണ് V മുരളീധരൻ കൂടുതൽ അവിടെ പിടിച്ചത്. അപ്പോൾ വലിയ സാധ്യത അവിടെ ഉണ്ട്. പക്ഷേ അത് ജയിച്ചു വരാനുള്ളൊരു സാധ്യത, അത് അത്രയും വോട്ട് പിടിച്ച് ജയിക്കാനുള്ള സാധ്യത കൃഷ്ണദാസിനുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ എന്നാലും BJP ശക്തമായി വോട്ട് പിടിക്കുന്നൊരു പ്രദേശമാണ്. പ്രാവശ്യം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ എവിടെയൊക്കെ പോകുന്നു എന്നറിയത്തില്ല. എന്തായാലും വളരെ വലിയ ഒരു മത്സരമാണ് നടക്കുന്നത്. ആ മത്സരത്തിൽ IB സതീഷിൻ്റെ കാലിടറുമോ? കാരണം വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഈ 2-3 ക്യാമ്പയിനുകളിൽ ഫോക്കസ് ചെയ്താണ് നിൽക്കുന്നത്. പക്ഷെ അതിനപ്പുറം ഉള്ള റോഡുകളെ കാര്യമായിരുന്നാലും മാലിന്യ സംസ്കരണമായിരുന്നാലും ജലസംരക്ഷണം തന്നെ ആയാലും ജലത്തിൻ്റെ ശ്വാസരഹിതമായാലും നിരവധി കാര്യങ്ങളിൽ അദ്ദേഹത്തിന് തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു പരാതിയും അവിടെ നിൽപ്പുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അവിടുത്തെ മാലിന്യത്തെക്കുറിച്ച് വ്യാപകമായ പരാതി, കാട്ടാക്കടയിലെയും അതുപോലെ വിവിധ പഞ്ചായത്തുകളിലെയും മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് വളരെ വ്യാപകമായ പരാതിയും ഫോട്ടോയൊക്കെയാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ എന്തായാലും IB സതീഷിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അവിടെ ഒരു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ, അതായത് നാടാർ ക്രിസ്ത്യൻ്റെ ഒരു കൺസോൾട്ടേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അത് VS ശിവകുമാറിന് അനുകൂലമായി അരുവിക്കരയിലും, അതുപോലെ തന്നെ ചെങ്കൽ രാജശേഖരൻ നായർക്ക് അനുകൂലമായും ശക്തനും അനുകൂലമായി നെയ്യാറ്റിൻകരയിലും, അവിടെ നേമത്തത് വളരെ ശക്തമായ രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ കാട്ടാക്കട എന്ന് പറയുന്ന മണ്ഡലത്തിനകത്ത് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ആ പ്രവർത്തനങ്ങളിൽ IB സതീഷിന് ഇപ്രാവശ്യം ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല വോട്ട് പിടിക്കും BJP, അതുപോലെ തന്നെ കോൺഗ്രസും നല്ല വോട്ട് പിടിക്കും. പക്ഷേ പല സർവേകളിലും വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ MR ബൈജു ജയിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. IB സതീഷ് ഉണ്ടാക്കിയെടുത്ത മാതൃകകളും അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങളുമൊക്കെ വെറുമൊരു ഹൈപ്പിന് വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു ചർച്ച അവിടെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ MR ബൈജു എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ശക്തനായ യുവ തേരാളിയാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ള സന്ദേശമാണ് അവിടെ കാട്ടാക്കടയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോഴും IB സതീശിനെ എഴുതിത്തള്ളാൻ പറ്റത്തില്ല. അദ്ദേഹം വളരെ ശക്തനാണ്. അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തിലും അതുപോലെ തന്നെ മറ്റ് പാർട്ടിയുടെ പുരോഗമന കലാ സംഘത്തിലും ഒരുപാട് കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെടുന്ന, കാട്ടാൽ ഉത്സവം, സംസ്കാര ഉത്സവമൊക്കെ നടത്തുന്നത് വളരെ സജീവമാണ് IB സതീഷ്. അതുകൊണ്ട് IB സതീഷിനെ എഴുതിത്തള്ളാനും പറ്റില്ല.
പക്ഷെ എന്നാലും അവിടുത്തെ അണ്ടർ കറൻസുകളും ജാതി സമവാക്യങ്ങളും എല്ലാം നോക്കുമ്പോൾ ഇപ്രാവശ്യം IB തോറ്റുപോകുമെന്നാണ് കാട്ടാക്കടയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. MR ബൈജു ആയിരിക്കും കാട്ടാക്കടയിൽ നിന്നുള്ള MLA.